നായകനായിട്ട് അഭിനയിക്കുന്ന റീൽസിൻ്റെ ഷൂട്ട് കാണാൻ വേണ്ടി പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വിനീത ഡോക്ടറുടെയും അതുപോലെ തന്നെ ദിവ്യയുടെയും റീൽസിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വെള്ളാർക്കാട് കോടനാട് മനയിലാണ്. അപ്പോൾ നമ്മൾ ഈ കോടനാട് മനയുണ്ട്, ഇതിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം, ഇങ്ങനെയൊക്കെ അറിയണവർ കുറേ പേരുണ്ടാവും. അപ്പോൾ ഇനി അറിയാത്തവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനൊരു നല്ല ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മനയുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും റീൽസുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ചെറിയ പേയ്മെൻ്റ് ഉണ്ട്, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ കിട്ടും. അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റീൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അടിപൊളി റീൽസുകളാണ്, തകർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഡോക്ടറുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഡോക്ടർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്ത് തന്നിട്ടുള്ളത്, ഈ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ കൃഷ്ണപ്രിയേച്ചിയാണ്. ഐറിസ് മേക്ക് ഓവറാണ് എരുമപ്പെട്ടിയിലുള്ളത്. പിന്നെ ഈ ഒരു മന എന്ന് പറയുന്നത് വെള്ളാർക്കാട് സെൻറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കോടനാട് മന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്ററിൽ നിന്നുള്ള റോട്ടിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ മനക്കിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ കോലായൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കോലായൊക്കെ കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തളമാണ്. കുറേ ആൾക്കാർ ഇരുന്ന് പണ്ട് സംസാരിച്ചിരുന്ന ഒരു വലിയ തളമാണ്. അതിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മൾ ഒരു ഇടനാഴിയിലേക്കാണ് കയറുക. പിന്നെ വലിയ മന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാലുകെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴികളുണ്ടായിരിക്കും. ഇത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നടുമുറ്റത്തിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മുടെ വരിക്കാശ്ശേരി മനയൊക്കെ പോലെ ഉള്ള ഒരു വലിയ നടുമുറ്റമൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആട്ടുകെട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊരു ഇരുട്ടാണ് ഉണ്ടാവുക. കുറച്ച് നേരത്തെ വന്നിട്ട് നമ്മൾ എടുക്കണം. പിന്നെ ഇല്ലെങ്കിൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓണത്തിനും അതുപോലെ വിഷുവിനൊക്കെ അടിപൊളി ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ. അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തൊരു പ്ലേസാണ് ഇതെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു തരാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂടെ കൃഷ്ണപ്രിയേച്ചി വന്നു. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ, കല്യാണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനത്തെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്താൻ നല്ല പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കാമൻ ക്വയറ്റാണ്, ആരുടെയും വലിയ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ഒരു കിളിവാതിലൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ശോഭന ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കിളിവാതിലൂടെ ഇങ്ങനെ നോക്കണത്, ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിലൊക്കെ ഞാനിങ്ങനെ നോക്കി കേട്ടോ. പിന്നെ അവിടെ കണ്ടത് ഉതിർമുല്ലയാണ്. അപ്പോൾ ഇനി അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. ഈ റീൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറയുന്നത് വിചാരിക്കണ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഭയങ്കര ടൈം എടുത്തിട്ടാണ് ഇവരിത് ഓരോന്നും ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഒരു റീലിനെ സ്വൈപ്പ് ചെയ്ത് വിടുമ്പോൾ എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണ് ഒരാൾ ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത് ശരിക്കും അവരെ എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. ഇനി ഇവിടുന്ന് കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വെള്ളമൊന്നും അതിലില്ല. നല്ല വേനൽക്കാലത്താണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൽ അത്ര ഒരു വെള്ളമില്ല, അതിനെ താഴ്ന്നു പോയിട്ടുണ്ട്. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കയറി വരും. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഇതാണ് ഉതിർമുല്ല. ഈ ഉതിർമുല്ല എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതിൻ്റെ വലിയ മരമായിട്ട് അതുമേലായിരുന്നു ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറി ആയിട്ട് ഞാൻ അതിനെ കുലുക്കി താഴെ മൊത്തം വീണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു.